ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ചേട്ടനുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് മീൻപിടുത്തം തുടങ്ങുന്നത് ചേട്ടനാണ്. ചേട്ടനൊരു 2 വർഷത്തിന് ശേഷം ഖത്തറിൽ നിന്നും നാട്ടിലെത്തി. ഖത്തറിൽ നിന്ന് വരുന്ന 2 വർഷത്തിന് ശേഷമല്ല, 2 വർഷത്തിന് ശേഷം വീശാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം പൊടിവലയായിട്ട് വന്നേക്കാണ്, കുറച്ച് പൊടിമീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ പൊടിവലയായിട്ട് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മീൻ പിടിക്കാൻ വന്ന കാഴ്ചകളും മഴയത്തുള്ള ചേട്ടൻ്റെ വീശൊക്കെ എങ്ങനെ ഉണ്ടെന്നും ആ വീശിയുള്ള മീൻപിടുത്തവും പൊടിമീനെ കിട്ടുന്നുണ്ട്, പൊടിമീൻ കിട്ടുന്നതും മീൻ പിടുത്തമൊക്കെയാണ്. അപ്പം ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏകദേശം 2 വർഷത്തിന് ശേഷം അസന്ധ്യപ്രാശ് വീശിയ വീശാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. പൊടിമീനെ വീശാൻ വന്നിരിക്കുകയാണ്. ഇവിടെ തീറ്റയൊക്കെ ഇട്ടുള്ള വീശാണ്. എന്താ ഒരു പിടിക്കാനൊരു വൈക്ലബ്യം. ഖത്തറിൽ നിന്ന് രാശിയും കൊണ്ടാണോ വന്നതെന്ന് എല്ലാവരുടെയും വില മേളി വന്ന്. ആർക്കും ഒന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് 2 കുട്ടെങ്കിലും. വയം പോലെ ആയിട്ട് പോലും ഇതിൻ്റെ അകത്തിലും ഒരു പൊടിമീൻ പോലും ഇല്ല. തീറ്റിയിട്ടതിൻ്റെ മണ്ടയ്ക്കായിരുന്നോ വീശിയത്? ആണോ? അതുകൊണ്ട് കൊണ്ടുവന്നുണ്ട് അപ്പുറത്തു നിന്നൊക്കെ വീശി തൂളിയെ പിടിച്ചോണ്ട് വരും. തൂളി, പരൽ, ടങ്കീസ് വലയ്ക്കാണ് ഇവിടെ മീൻ. ടങ്കീസ് വല മതി ഇപ്പം മീൻ. നമ്മുടെ വലയൊന്നും വേണ്ട. നമ്മുടെ 2ാമത്തെ വലയാണ്. അയ്യോ, ആദ്യത്തെ വലയ്ക്ക് ഒന്നും കിട്ടിയില്ല. വെള്ളമൊക്കെ ഏറി ഇവിടെ എല്ലാം ഫുള്ള് മുങ്ങിയതായിരുന്നു. മുങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി. പടയെന്നാണ് വെള്ളം കയറി. ഒരു 3 ദിവസം കൊണ്ട് വെള്ളം കയറി. പിന്നെ ഒരു 2 ദിവസം വെള്ളം ഉണ്ടായിരുന്നു. 2-3 ദിവസം വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ 2-3 ദിവസം മഴയില്ലാത്തതുകൊണ്ട് കയറിയ വെള്ളമെല്ലാം അതുപോലെ തിരിച്ചിറങ്ങിപ്പോയി. വല വിരിഞ്ഞില്ലായിരുന്നു. ഒന്നും കാണാൻ സാധ്യതയില്ല, ഒന്നുമില്ല. തീരെ പറ്റുകണ്ണി വല വെച്ചാണ് വീശുന്നത്. പക്ഷേ ഒന്നും ഇല്ല കേട്ടോ. എങ്ങും ഒരു വലയിലും മീനില്ല. ഒരു വലയിലും ഒരു മീൻ പോലും ഇല്ല. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പം വെള്ളം കയറിയതും പെട്ടെന്നായിരുന്നു, ഇറങ്ങിപ്പോയതും പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് അവിടെ ബണ്ടയിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല ഇതുവരെ. അവിടെ ബണ്ടയിലൊക്കെ ഇപ്പോഴും വെള്ളമുണ്ട്. ഇവിടെയും തീറ്റിയിട്ടിട്ടുണ്ട്. തീറ്റിയിട്ടിടത്ത് ഇറങ്ങിപ്പോയി എന്നാണോ വീശുന്നത്? അങ്ങ് തള്ളി വീശണോ ഇല്ലയോ? വേണ്ട. ആ വരമ്പിനും ഇതിനും ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ആ പോച്ചയുടെ സൈഡ് ചേർന്ന് വീഴണം, എന്നാലേ പൊടിമീൻ കിട്ടത്തുള്ളൂ. ഇല്ലണ സിലോപ്പിയൊക്കെ അതുവഴി ഇങ്ങനെ കയറി ഇറങ്ങിപ്പോന്നു. ശരിക്കും ഈ സൈഡിൽ നിന്നാണ് കുറച്ചെങ്കിലും പൊടിമീനെ കിട്ടുന്നത് ഇപ്പം കേട്ടോ നിലവിൽ. ഇല്ലേ? ഉണ്ട്. 2 പരല് താവുമെന്നൊരുത്തം വെള്ളത്തിൽ. വയമ്പല്ല, പരല്. ഒരു വയമ്പോ? ഈ വയമ്പിനെ ഒന്ന് കാണിച്ച് എന്തേ? വയമ്പിനെ ഒന്നും കാണാനില്ല. വയമ്പ്, വയമ്പിനെയൊക്കെ കാണണമെങ്കിൽ, കണി കാണണമെങ്കിൽ സിലോപ്പിയ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഇവിടെ ജീവനം ഇട്ടേക്കുവാണ്. പായലൊക്കെ കൊടുത്ത് തുറക്കാൻ പറ്റുന്നു. സിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് വീശി പിടിച്ചതാണ്. വീശി പിടിച്ചതാ ഇവിടെ വളർത്താൻ വേണ്ടിയിട്ട്. കണ്ട ഇത്രയും കുഞ്ഞുങ്ങളുണ്ട്. എന്നെ ഇവിടുന്ന് വീശി കിട്ടിയാണ് കേട്ടോ. സിലോപ്പിയ കുഞ്ഞുങ്ങൾ കൊണ്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് ജീവനോട് ഇട്ടേക്കുക. പായലൊക്കെ കൊടുത്ത് പായലൊക്കെ തിന്നവർ നല്ല ഉഷാറായിട്ട് കിടക്കാണ്. എവിടാ ഇത്? പുല്ലിൻ്റെ മണ്ടയ്ക്കൊക്കെയാണ് എടുത്ത് വീശിയത്. കയറി ഉടക്കിയോ? ഇങ്ങോട്ട് വീശാനുള്ളതിനടുത്ത് അങ്ങോട്ട് വീശി. സൈഡിലൊരു കുറ്റിയുണ്ട് ഉണ്ട പിടിക്കാൻ.
ഇപ്പഴച്ച 3 പറയാൻ പോലും ഒരു മീനില്ലല്ലോ. ഒരു കുട്ടപ്പറലുണ്ട്, നമുക്കൊരു കുട്ടപ്പറലുണ്ട്. എന്താ വേണം ഇത് കൂടുതൽ? റോഡിൽ മാത്രമല്ല, ഞങ്ങൾ വള്ളത്തിലും ഹെൽമെറ്റ് വെച്ച് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊരു അച്ചായ വള്ളത്തെ മീൻ പിടിക്കാൻ പോവുകയാണ്. അതും ഹെൽമെറ്റ് വെച്ച് ഫുൾ സേഫ്റ്റിയിലാണ്, ഫുൾ ഓൺ ഫുൾ പവർ. ഇവിടെ വീശിയൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മളിതാ ഇപ്പുറത്തെ സൈഡിൽ വീശുകയാണെന്ന്. വറുത്ത് തിന്നാൻ 25 മീനെ പിടിച്ചിട്ട് ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞാണ് വീശിയെ. കാറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ വീശുന്നത്. ഓ തള്ളി, കേരള ഭൂപടമായിരുന്നു. 25 മീനെ കിട്ടുമോ 5 മീനെ കിട്ടുമോ നമുക്കറിയാം. വീട്ടിൽ കറി വെക്കാൻ മീനില്ല. പൊടിമീനൊക്കെ തിന്നിട്ട് ഒരുപാട് കാലമായി. ഇപ്പം ഇച്ചിരി പൊടിമീനെ പിടിക്കാമെന്ന് വിചാരിച്ച് വയമ്പുപോലെയായിട്ട് വന്നു കഴിഞ്ഞാൽ പൊടിമീനും ഇല്ല, വലിയ മീനും ഇല്ല. എന്തൊരു അവസ്ഥയാണ്. അതുകൊണ്ടൊക്കെ കിടന്ന് തെള്ളുന്നുണ്ട്. 5 മീനുണ്ടെന്ന് തോന്നുന്നു. പറലുണ്ട്, പറല്. ഓ ഭാഗ്യം. അപ്പോൾ 25 മീനെ കിട്ടും. ഇപ്പം തന്നെ 10 മീനായി. ഇപ്പം 5 മീനെ കൂടെ കിട്ടിയാൽ മതിയല്ലോ. നല്ല പൂവാലിപ്പറല്. പിന്നെന്ത് പറലായത്? എന്നാ വെള്ളപ്പറല്. വാലേ കുത്തുള്ളതാണ് പൂവാലി. വാലേ കുത്തുണ്ടല്ലോ. ഇവിടെ എന്താ മീനെ വീതം വെപ്പ് നടത്തുവാണോ? 2 വലിയ തൂളിയൊക്കെ ഉണ്ടല്ലോ. നല്ല പടിപൊളി പറലാണല്ലോ. എത്ര മണി തൊട്ട് വീശിയത്? 11 മണി തൊട്ടില്ലേ? ഇപ്പോൾ സമയം 1:30. 2.5 മണിക്കൂറത്തെ മീൻ. കഴിഞ്ഞ വീശി നമ്മൾ എവിടെ എടുത്ത് വീശിയത്? അവിടെ തോടൊന്നുമല്ല, അവിടെ വരമ്പ. തോടോ? കഴിഞ്ഞ വീശി ഞങ്ങളിവിടെ വീശിയപ്പോൾ 15 പരലിനെയും 1 പള്ളത്തെയും പിന്നെ 1 വറപ്പനെയും കിട്ടിയായിരുന്നു. നമ്മൾ 25 ടാർഗറ്റ് പറഞ്ഞതിൽ 15 എണ്ണത്തെ കിട്ടിയിട്ടുണ്ട്. ഈ വിലയ്ക്ക് എത്ര കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓ ഉള്ള കുട്ടപ്പറലെല്ലാം കൂടെ. ദിസ് ഈസ് കോൾഡ് കുട്ട. അടുത്ത വല വീശിരിക്കുകയാണ്. കഴിഞ്ഞ വലയ്ക്കും കുറച്ച് കുട്ടപ്പറലുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-12 എണ്ണം ഉണ്ടായിരുന്നു. ഈ സൈഡിൽ നമുക്ക് കുറച്ച് മീനെ കിട്ടുന്നുണ്ട്. നമ്മൾ വീശുമ്പോൾ ഇവിടെ നിന്നാണ് കുറച്ച് മീനെ കിട്ടുന്നത്. ബാക്കി ഇവിടെയൊക്കെ കിടന്ന് ഏപ്പം തോപ്പം വീശിയിട്ട് ഒരെണ്ണം പോലും, പേരിന് പോലും ഒരെണ്ണമൊക്കെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിന്ന് മാത്രം വീശുന്നത്. ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം പോയി. അവർ മീനൊക്കെ വീതം വെച്ച് എല്ലാവരും പോയി. അവർക്ക് കറി വെക്കാനുള്ള അത്യാവശ്യം മീൻ കിട്ടി. അവർ കുറച്ച് നേരത്തെ വന്നായിരുന്നു. നമുക്കും കുറച്ച് മീൻ, അത്രേ ഉള്ളൂ. കടൽ മീനിൻ്റെ ലഭ്യതക്കുറവ് കാരണം വീട്ടിലേക്ക് ആഗ്രഹത്തിന് കഴിക്കാനായി കുറച്ച് മീൻ. ഇതിൽ കുറേ കൊക്കുണ്ടായിരുന്നു. ആഗ്രഹത്തിന് കഴിക്കാനുള്ള മീനെല്ലാം കൂടെ ഒറ്റ വല വന്നിട്ടുണ്ട്. മീന് പിന്നെ എല്ലാം കൂടെ ഇതിനകത്ത് നിന്ന് തല്ലിക്കുടഞ്ഞെടുക്കുന്നതാണ് ഇതിനെക്കാട്ടിലെല്ലാം വലിയ പാട്. വറക്കാൻ സൂപ്പർ സാധനമാണ്. ഞാൻ ഇതിനെ എടുത്ത് കാണിക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ആറ്റിച്ചൂട, കൊക്ക് എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് പറയുന്നത്? ഇതാണ് മീൻ. ചൂടയുടെ കണക്കിനൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ആറ്റിച്ചൂട എന്നൊക്കെ പറയുന്നത്. വറക്കാൻ അടിപൊളി സാധനമാണ്. പീര പറ്റിക്കാൻ നല്ല സാധനമാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് ഈ മീൻ പറയുന്നത്? കേരളത്തിൽ ഓരോ സ്ഥലത്തും ഓരോ മീൻ ഓരോ പേരാണല്ലോ പറയുന്നത്. വെറും 25 മീനെ പ്രതീക്ഷിച്ച് വന്നാൽ ഞങ്ങൾക്ക് ഒറ്റ വലയ്ക്ക് തന്നെ 50 മീനെ കിട്ടിയിട്ടുണ്ട്.
അവിടെ വീശി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഒരു 25 മീനെങ്കിലും കിട്ടിയാലും നമുക്ക് വറുത്ത് തിന്നാമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയായിരുന്നു. ഇപ്പം എന്താ ഒറ്റ വലയ്ക്ക് നമുക്കൊരു 50 മീനിലധികം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നന്നായി. ഖത്തറുകാരന് ഭാഗ്യമുണ്ട്. ഖത്തറിൽ നിന്ന് മീൻ പിടിക്കാൻ വന്നതിന് ഭാഗ്യമുണ്ട് വറുത്ത മീൻ കഴിക്കാൻ. ഖത്തറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇത്രയും പൈസ ചിലവാക്കി മീൻ പിടിക്കാൻ വന്നതിന് 100 രൂപയെങ്കിലും വില കിട്ടിയല്ലോ. കഴിഞ്ഞ വലയ്ക്ക് നമുക്ക് കുറച്ചധികം മീനുണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ടാർഗറ്റ് വെച്ചിരുന്ന ടാർഗറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് മീൻ കിട്ടി. എന്നാലും കൂടുതൽ മീൻ കിട്ടുന്നത് നമുക്ക് നല്ലതാണല്ലോ. അതാകുമ്പം നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മീൻ വീട്ടിൽ തന്നെ ഇത്രയും ഫ്രഷായിട്ടുള്ള മീൻ കഴിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഈ വലയ്ക്ക് എന്തുണ്ടെന്നുള്ളത് നോക്കാം. എന്താ തൂളി ഏതാണ്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് എന്തോ പൊങ്ങിച്ചാടി വലയിൽ. എന്തോ വലിയതാണെന്നാണ് അശ്വൻ പ്രതീക്ഷിക്കുന്നത്. അയ്യോ വലിയത് ഏതാണ്ടുണ്ടെന്നൊക്കെ പറയുന്നു. നമുക്ക് വലമേലിൽ വരുമ്പോൾ അറിയാം തൂളിയാണോ വരാലാണോ സ്ലോപ്പിയാണോ ഇനി വല്ലതും ഉണ്ടോ. വലയ്ക്കൊക്കെ ഓട്ടയുണ്ട്. ഓട്ടയ്ക്കകത്ത് കൂടെ വെളിയിൽ പോയോ. ഇല്ല. അതും കൊള്ളാം, കുഴപ്പമില്ല. നമ്മുടെ വീശ് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഒരു തൂളിയും കിട്ടി. കോലയുണ്ട്. തീറ്റിയിട്ടുള്ള വീശാണ് നമ്മൾ. ഓക്കെ തീറ്റിയിട്ടാണ് വീശുന്നത്. അവിടെ ഓക്കെ ഇരിപ്പുണ്ട്. കുറച്ച് ഓക്കെ എടുത്ത് നമ്മുടെ സ്പോട്ടിലേക്ക് ഇടട്ടെ. ഇതാ അങ്ങ് ദൂരേന്ന് നല്ല മഴ ഇരച്ച് പെയ്ത് വരുന്നതുണ്ടോ. നമ്മുടെ ഇവിടോട്ട് നല്ല കാർമേഘം. ഇതാ അവിടെ ദൂരെ. ഇവിടെ പക്ഷെ അത്രയും മഴ പെയ്യുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഇരച്ച് വരുന്നുണ്ട്. കാറ്റ് കൊണ്ടുവരുന്നുണ്ട് മഴ ഇവിടേക്ക്. ആ സൗണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കി. എത്തി ഇവിടെ മഴ. മഴ എത്തിയിരിക്കുന്നു. ആ ഇരച്ച് വന്ന മഴ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നല്ല കിടിലൻ വൈബാണ്. ഒരു മഴയത്തൊക്കെ ഇവിടെ ഇങ്ങനെ മഴ ആസ്വദിച്ച് നിൽക്കാൻ തന്നെ വൈബാണ്. എന്താ മഴ പെയ്യുന്നത്. ഞാൻ കുടക്കയില്ല നിൽക്കുന്നത്. റെയിൻകോട്ടൊക്കെ അതാ ഇവിടെ കിടന്ന് വണ്ടിയിൽ കിടന്ന് നനയുന്നുണ്ട്. നല്ല മഴയുണ്ട്. എന്താ കായലിലെയൊക്കെ പോലെ നല്ല ഓളം തല്ലുന്നുണ്ട് ഇവിടെ. കണ്ട നല്ല ഓളം, നല്ല കാറ്റടിച്ച് കാറ്റോളം കണ്ടോ. ഈ ഓളം കണ്ടു കഴിഞ്ഞാൽ ഇത് ഇപ്പം ആ ഒരു മരങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു കായലാണ്. കായലിൻ്റെ പ്രതീതി ഇതാ ഇങ്ങനെ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇതിനൊരു കായലിൻ്റെ പ്രതീതി വരും. കണ്ടോ ഇങ്ങനെ ഒരു ഷോട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും കായലാണെന്ന് വിചാരിക്കത്തുള്ളൂ. കൊടും മഴയാണ് ഗായ്സ്, കൊടും മഴ. പേമാരി. കുറേ നേരമായിട്ട് നല്ല കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. അപ്പം മഴയൊക്കെ ഒന്ന് ശമിച്ചിട്ടുണ്ട്. ഇതാ കോളിതാ അങ്ങ് കിഴക്കോട്ട് പോയിട്ടുണ്ട്. അവിടോട്ട് കാറ്റടിച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ മുന്നേ ഇട്ട തീറ്റയാണ്. തീറ്റയൊക്കെ തിന്നിട്ടിപ്പം മീനല്ല പോയി കാണും. നമ്മൾ പലതരം ആംഗിൾസിൽ നമ്മൾ വല വീശും. കഴിഞ്ഞ വലയ്ക്കാണ് നമുക്കൊരു 10-50 മീനിൽ കൂടുതലുണ്ടായിരുന്നു. കഴിഞ്ഞ വലയ്ക്ക് നമുക്ക് തൂളി ഉണ്ടായിരുന്നു. തൂളി ഈ വലയ്ക്ക് അധികമൊന്നും കാണാൻ സാധ്യതയില്ല. കാരണം മഴയായിരുന്നു. തീറ്റിയിട്ടിട്ട് ഒരുപാട് നേരമായി. മീൻ തീറ്റയൊക്കെ തിന്നിട്ട് പോകാനുള്ള സമയമായി. എങ്കിലും കുറച്ച് പരലുണ്ട്. വലിയ പരലുണ്ട്. മഴ ആസ്വദിച്ച് നിന്ന് തിന്നുന്ന സമയത്താണ് നമ്മൾ വലയിട്ട് പിടിച്ചത്.
മനസ്സമാധാനമായിട്ട് തീറ്റി തിന്നാനും സമ്മതിക്കില്ലടാ നീ ഒന്ന് വന്നാലും അവർ മനസ്സിലാലോചിക്കുന്നത്. മഴയ്ക്ക് ശേഷം വീശിയ വലയിലും മോശമില്ല. ഞങ്ങൾക്ക് കുറേ പള്ളത്തേക്ക് ഉണ്ട്. നല്ല അടിപൊളി പള്ളത്തിയൊക്കെ കണ്ടിട്ട് കാലം കുറേ ആയി, 1 വർഷമായി കാണും പള്ളത്തിയൊക്കെ കണ്ടിട്ട്. പള്ളത്തി ഉണ്ട്. നമുക്കത് ഏകദേശം ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു 1 കിലോയോളം നമുക്ക്, 1 കിലോ ഇല്ല, ഒരു 3/4 കിലോയോളം മീൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ ഇപ്പം 1 കിലോ മീൻ കിട്ടും. നമ്മൾ അടുത്ത വല വീശാൻ വേണ്ടിയിട്ട് പോവാണ്. വലയൊക്കെ അത്യാവശ്യം വിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി മീനുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഹാപ്പിയാണ്. ഇത്രയും കിട്ടുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. ആൾക്കാർ കുറവായതുകൊണ്ട്, വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും മീൻ കിട്ടിയത്. വീശാൻ ഇവിടെ ഇനി ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ടേൺ അനുസരിച്ച് വീശേണ്ടി വന്നേനെ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയവും അധികം മീനും കിട്ടത്തില്ല. ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വീശുന്നതുകൊണ്ടും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വീശാം. അതിൻ്റെ അതിലും പറളൊക്കെ ഉണ്ട്. കുറവാണ്. മുൻ വലകളെ അപേക്ഷിച്ച് ഇതിൽ കുറവാണ്. വീണ്ടും മഴ വരുന്നു. നമ്മുടെ ലാസ്റ്റ് വലയാണിതാ. അയ്യോ, തീറ്റി മൊത്തം നമ്മൾ ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ചധികം തീറ്റ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഇട്ട് പോവാണ്. സമയം ഒരുപാടായി. ഏകദേശം ഒരു 3 മണിയായി. ഒരു 12:30 ആയപ്പോൾ വന്നതാണ്. നമ്മൾ ടൈം എടുത്താണ് വീശുന്നത്. ഒരു 7-8 വല ഇതുവരെ വീശിയിട്ടുള്ളൂ. അടുത്ത മഴ അവിടെ നിന്ന് ഇരച്ച് വരുന്നുണ്ട്. കാർമേഘം വരുന്നുണ്ടോ. അപ്പോൾ ആ മഴ ഇവിടെ വീഴുന്നതിന് മുന്നേ വീട്ടിലെത്തണമെന്നാണ് ആഗ്രഹം. ലാസ്റ്റ് വലയിൽ തീറ്റി ഒരുപാട് ചിതറിയിട്ടതിന് വല്ല പ്രയോജനമുണ്ടോ? അയ്യോ, കുളവനോ? കുളവനെ പോലെ എനിക്ക് തോന്നിയാലും ഇല്ല. അഗെയിൻ കുറേ കൊക്കും കുറേ പറളും. ലാസ്റ്റ് വല മോശമായില്ല. നന്നായി. നമുക്ക് കിട്ടിയ മീനിവിടെ കവറിനകത്ത് കിടപ്പുണ്ട്. മോശമില്ലായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വീശിയ വലകളിൽ മാത്രമേ ഉള്ളൂ നമുക്കൊന്നും കിട്ടാഞ്ഞത്. ഇവിടെ വീശിയ വലകളിൽ നമുക്കൊന്നുപോലും കിട്ടായിരുന്നിട്ടില്ല. എല്ലാ വലയ്ക്കും മീനുണ്ടായിരുന്നു. പിന്നെ ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.